മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 59 വേഴ്സ് 15 and 16. സത്യമില്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അതവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടുത്തേക്ക് വിജയം നൽകി, സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. ഇസ്രായേൽ ജനം ധാർമ്മികമായി അധപ്പതിച്ചു. ആരും ഇല്ലായകയാൽ ദൈവബോധം തീരെ ഇല്ലാതായി. ആരെങ്കിലും നീതിയായി ജീവിക്കുവാൻ ശ്രമിച്ചാൽ അവരെ ധാർമ്മിക നിഷ്ഠയില്ലാത്തവർ നശിപ്പിക്കുന്നു. ആരും അതിനെ എതിർക്കുന്നുമില്ല. മറ്റുള്ളവർ അനീതി അനുഭവിക്കട്ടെ എന്ന് അതെനിക്ക് ബാധകമല്ല, ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കും എന്നാണ് പലരുടെയും ചിന്ത. ക്രിസ്ത്യാനികൾ തെറ്റിപ്പോകുന്ന ഒരു സ്ഥലമാണിത്. നാം എന്തിനു നമ്മെ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങൾ ഇടപെടുന്നു എന്ന ചോദ്യം പലരും ഒഴികഴിവ് പറയുന്നു. നിസ്സഹായനെ കാരണം കൂടാതെ ബലമുള്ളവർ ഉപദ്രവിക്കുന്നത് കണ്ട ശേഷം ഒഴിഞ്ഞു മാറുന്നത് തെറ്റല്ല എന്നാണ് അവരുടെ ചിന്ത. ഇത് ക്രിസ്ത്യാനിക്ക് ഒട്ടും ഉചിതമല്ല. നല്ല സമറിയാക്കാരന്റെ ഉപമയിൽ ലേവ്യനും പുരോഹിതനും ഈ വിധത്തിൽ ചിന്തിച്ചൊഴിഞ്ഞു മാറിയവരാണ്. അനീതി എവിടെ കണ്ടാലും അതിനെതിരായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് മഹാന്മാർ. അവരെ മറ്റുള്ളവർ ഉപദ്രവിച്ചേക്കാമെങ്കിലും അവരുടെ പ്രവർത്തനം നിത്യമായ ഫലം പുറപ്പെടുവിക്കും. ഏബ്രഹാം ലിങ്കൺ, ബോൺ ഹൊവാർ, മഹാത്മാഗാന്ധി എല്ലാവരും സ്വന്തം സുരക്ഷിതത്വം നോക്കാതെ അനീതിക്കെതിരായി പ്രവർത്തിച്ചു. അവർ ലോകത്തെ രക്ഷിച്ചു. നാം അനീതി കണ്ട് മിണ്ടാതിരിക്കരുത്. തക്ക സമയം ഇടപെട്ട് പറയുന്ന വാക്കൊരാളെ മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം. തൽക്കാലം ചിലർ ശത്രുക്കളായേക്കാമെങ്കിലും ഭാവിയിൽ അവരും നമ്മെ ബഹുമാനിക്കും. ക്രിസ്ത്യാനി ഒരിക്കലും അനീതി കണ്ട് ഒഴിഞ്ഞു മാറരുത്. ഒരുപക്ഷെ നാം ആപത്ത് ക്ഷണിച്ചു വരുത്തുകയായിരിക്കാം. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തന അംഗീകാരം ലഭിക്കുമെന്നത് തീർച്ചയാണ്. ബലഹീനൻ അനീതി അനുഭവിക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കുന്നത് ലോകത്തിന്റെ ബുദ്ധിയാണ്. തുറന്നു പറയുന്നത് ക്രൈസ്തവ വിശ്വാസമാണ്. തിന്മയുള്ളിടത്ത് അത് തുറന്നു പറയാൻ, ആ തിന്മയ്ക്കെതിരെ പോരാടുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.